ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2025 വളരെ റീസെന്റ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള എസ് ലൈൻ എന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രാമയാണ്. സോ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ ഒരു ഡ്രാമയിലോട്ട് കടന്നാലോ. അങ്ങനെ നമ്മുടെ ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹയോൺ എന്ന ഒരു ടീനേജറിനെയാണ് കാണിക്കുന്നത്. ഈ ഹയോണിന് ഒരു പ്രത്യേക എബിലിറ്റി അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഹയോൺ നോക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെയും തലയിലെ മുകളിൽ അവൾക്കൊരു റെഡ് ലൈന് കാണാനായിട്ട് സാധിച്ചായിരുന്നു. ചിലർക്ക് അത് ഒന്നോ രണ്ടെണ്ണമൊക്കെയോ, മറ്റു ചിലർക്ക് അത് ഒരുപാട് ലൈൻസും ആയിട്ടാണ് അവൾക്ക് കാണാനായിട്ട് കഴിഞ്ഞിരുന്നത്. ഇപ്പൊ തന്നെ അവൾ അവളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന സിയോൺ എന്ന് പറഞ്ഞ ഒരു കുട്ടി സ്കൂളിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ അവളുടെ തലയിൽ ഒരൊറ്റ റെഡ് ലൈനും അവളുടെ അടുത്തൂടെ പോയ ഒരു കാറിലിരിക്കുന്ന അയാളുടെ തലയിൽ ഒരുപാട് ലൈനുകളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവൾ അവളുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പുതിയതായി താമസം മാറി വന്ന മറ്റൊരു പെൺകുട്ടിയെയും കാണുന്നുണ്ട്. ആ ഒരു സ്ത്രീയുടെ തലയിലായിട്ടും ഇതുപോലെ ഒരുപാട് റെഡ് ലൈനുകൾ അവൾക്ക് കാണാനായിട്ട് സാധിച്ചായിരുന്നു. ഈ ഒരു സമയത്ത് അപ്പുറത്ത് നിന്ന് ആ ഒരു വിമൺ ഇപ്പൊ അവൾക്ക് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ വേഗം തന്നെ ഒരു കാർബോർഡൊക്കെ വെച്ച് അവളുടെ വിൻഡോ അടച്ച് നേരെ തന്നെ അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഹയോൺ ഇപ്പൊ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലാറ്റിലാണെങ്കിലും അവളാകട്ടെ വളരെ ഒറ്റപ്പെട്ട് പരസ്പരം ആരോടും മിണ്ടാണ്ട്, എന്തിനു പറയുന്നു, ഒന്ന് പുറത്തേക്ക് പോലും ഇറങ്ങാണ്ട് ഫുൾ ടൈം ഈ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സ്കൂളിലേക്ക് പോലും പോവാതിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾ ഇങ്ങനെ ഇത്രയും ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം അവൾ ജനിച്ച സമയത്ത് മുതൽ അവൾക്ക് ഈ മനുഷ്യന്മാരുടെ തലയിലൊക്കെ ഇങ്ങനെ ഒരുപാട് റെഡ് ലൈനുകളെ കാണാൻ പറ്റിയെങ്കിലും അന്നൊന്നും ഇതിന്റെ അർത്ഥം അവൾക്ക് പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും കുറച്ചും കൂടി വലുതാകുമ്പോഴാണ് ശരിക്കും ഇപ്പൊ അവൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ റെഡ് ലൈൻസും ആ ഒരു വ്യക്തി നടത്തിയിരിക്കുന്ന ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ സിമ്പിൾ ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. അതായത് അവൾക്കിപ്പോ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ അയാളുടെ തലയുടെ മുകളിലുള്ള ഈ റെഡ് ലൈൻസ് വെച്ചിട്ട് അവർ എത്ര ആൾക്കാരുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു എന്ന് ഹയോന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ബ്ലെസ്സിംഗ് അല്ല, മറിച്ച് ഒരു കേഴ്സ് ആണെന്നാണ് നമ്മുടെ ഹയോൺ വിശ്വസിക്കുന്നത്. കാരണം അവളുടെ ചെറുപ്പത്തില് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് ഒരിക്കല് അവൾ ഫാമിലി ഫോട്ടോ വരച്ചപ്പോൾ തന്റെ അച്ഛന്റെ തലയിൽ നിന്നും നേരെ ആന്റിയുടെ തലയിലേക്ക് ഇതുപോലെ റെഡ് ലൈൻസ് വരയ്ക്കുകയും അത് പിന്നീട് അവളുടെ അമ്മ തന്നെ കാണുകയും ഏകദേശം ഇതിന്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ ചതിച്ച കാര്യം മനസ്സിലാക്കി അവളുടെ അമ്മ ഇപ്പോൾ അവളുടെ അച്ഛനെ തന്നെ കുത്തി കൊല്ലുന്നുണ്ട്. പാവം നമ്മുടെ കുഞ്ഞ് ഹയോൺ ഇതൊക്കെ നേരിട്ട് തന്നെ കണ്ടതുകൊണ്ട് തനിക്ക് കിട്ടിയിരിക്കുന്നത് വലിയൊരു ശാപമാണെന്നും അവൾ ഈ കാണുന്ന റെഡ് ലൈൻസ് ആരുടെയെങ്കിലും ഒരാളുടെ മരണത്തിന് കാരണമാകുമെന്നും അവള് ചിന്തിക്കുകയാണ്. ഇത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെ ബാക്കിയുള്ളവരുടെ ജീവിതത്തിന്റെ പ്രൈവസി ഒക്കെ കണ്ട് തനിക്ക് ജീവിക്കാൻ യാതൊരു താല്പര്യമില്ലാതെ ഒരുപാട് തവണ അവൾ സൂയിസൈഡിനായിട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തോ ഒരു അജ്ഞാത ശക്തി കൊണ്ട് തന്നെ അവൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവള് മരണപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്കെടുത്ത് ചാടിയിട്ടും കൈ ഒരുപാട് തവണ മുറിച്ച് നോക്കിയിട്ട് പോലും അവൾക്ക് ഇതുവരെ ഒന്നും പറ്റാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ പുറകിലുള്ള ആ ഒരു സീക്രട്ട് തനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയത്, വേറെ ആർക്കെങ്കിലും ഇതുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് ഹയോൺ. ഇതേ നേരത്ത് അവളുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ ലേഡി ഇപ്പോൾ അവളുടെ റൂമിന്റെ മുമ്പേ വന്നിട്ട് അവൾക്ക് കുറെ ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് ഫ്രണ്ട്ലി ആവാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഹയോൺ ഈ വീടിന്റെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തതുകൊണ്ട് തന്നെ അവൾ നേരിട്ട് ആ ഒരു ലേഡിയെ മീറ്റ് ചെയ്യുന്നില്ലെങ്കിലും അവൾ കൊടുക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. ഇതേ നേരത്ത് നമ്മളെ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന ഹാൻജി എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറിനെ കാണിക്കുന്നുണ്ട്. ഹാൻജി ഇപ്പൊ ഓഫീസിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ളവരെല്ലാരും കൂടി വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ സിബ്ലിങ്ങിന്റെ മകളും അവന്റെ നീസും ആയിട്ടുള്ള നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ട സിയോൺ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു സിയോന്റെ അങ്കിളാണ് ഈ നിൽക്കുന്ന ഹാൻജി. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഈ ഹാൻജി അവിടെയുള്ള ഒരു കുളീഗമായിട്ട് തന്നെ ഓഫീസിൽ വെച്ച് തന്നെ ഇന്റിമേറ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഹാൻജി ഒരു പ്ലേ ബോയ് ടൈപ്പാണ്. ഇതേ നേരം നമ്മുടെ സ്കൂള് കാണുകയാണെങ്കിൽ അവിടെ ഇപ്പോ കിം എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി വന്നിട്ട് പാവം നമ്മുടെ സിയോനെ അടിച്ച് അവർ ഗ്യാങ് ആയിട്ട് സിയോനെ ആകെ ഉപദ്രവിച്ച് ഇങ്ങനെ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ തന്നെ ഞങ്ങൾക്ക് വേണ്ട കാശ് നീ കൊണ്ടുവന്നില്ലെങ്കിൽ ഇനിയും ഞങ്ങള് നിന്നെ ഇതുപോലെ ബുള്ളി ചെയ്യുമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇതേ സമയത്ത് പോലീസായിട്ടുള്ള ഹാൻജി ഇപ്പൊ ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരിച്ചു കിടക്കുന്ന ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇങ്ങനെ അവിടെ ഫുള്ള് ചെക്ക് ചെയ്യുമ്പോഴാണ് അവിടെ ഒരുപാട് ഡെലിവറി ബോക്സുകൾ ഉള്ളതായിട്ട് അവര് ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല അതൊരു മർഡർ ആണെന്ന് ഉറപ്പായതുകൊണ്ട് ആ ഒരു ഡെലിവറി ബോക്സിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാനായിട്ട് ഇപ്പോ ഹാൻജി അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പോലീസുകാരനോട് പറയുന്നുണ്ട്. മാത്രമല്ല തലേദിവസം രാത്രി ഒരു ഹെൽമെറ്റ് ഒക്കെ വെച്ച് ഒരു ഡെലിവറി ബോയ് ഒരു വീട്ടിലേക്ക് വന്നതായിട്ടും അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ മരിച്ചുപോയ കുട്ടി എന്നും ഇതുപോലെ ഡെലിവറീസ് ഒക്കെ ബുക്ക് ചെയ്യാറുണ്ടെങ്കിലും അന്ന് ദിവസം മാത്രം അവള് ഡെലിവറീസ് ഒന്നും ഓർഡർ ചെയ്തിട്ട്
അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നും പക്ഷെ അന്ന് ഇവളുടെ വീട്ടിലേക്ക് ഒരു ഡെലിവറി ബോയ് വന്നിരുന്നു എന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് വീട്ടുകാരും ഇല്ലെന്നും ആകെ കൂടി ഉണ്ടായിരുന്ന ഒരു ബോയ് ഫ്രണ്ട് ഒരു വർഷം മുമ്പ് ബ്രേക്കപ്പ് ആയെന്നും അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ നേരം വീണ്ടും നമ്മുടെ ഹയോണിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ TV കണ്ടിരിക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ തന്നെ ലൊക്കേഷനിൽ ഒരുപാട് സ്ത്രീകൾ മരണപ്പെടുന്നുണ്ടെന്നും ഏതൊരു ഹെൽമെറ്റും വെച്ചൊരു ഡെലിവറി ബോയ് ആണ് ഇതിന് പുറകിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടെന്നും TV ന്യൂസിലൂടെ അവൾ അറിയുന്നുണ്ട്. മാത്രമല്ല ആ ലൈവായിട്ടുള്ള ന്യൂസിൽ കൂടെ തന്നെ റിപ്പോർട്ടറിന്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒരു ഡെലിവറി മാൻ നിൽക്കുന്നതും അയാളുടെ തലയിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു റെഡ് ലൈനും അവൾ നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സംശയം തോന്നി പിന്നീട് അവൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ കണ്ട അതുപോലെയുള്ള ഒരു റെഡ് ലൈന് ഉള്ള അതേ ഡെലിവറി മാൻ തന്നെ അവളുടെ ഓപ്പോസിറ്റ് താമസിച്ചിരുന്ന ആ ഒരു ലേഡിയുടെ റൂമിലേക്ക് കയറി പോകുന്നത് അവൾ കാണുമ്പോൾ നേരെ തന്നെ അവൾ ഫോൺ എടുത്ത് പോലീസുകാരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഡെലിവറി മാൻ ഇങ്ങനെ എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കയറി പോയിന്ന് അവൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡെലിവറി മാൻ അവളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ആ ഒരു ലേഡിയും ആ ഒരു ഡെലിവറി മാനും ആക്ച്വലി ലവേഴ്സ് ആണെന്നും അല്ലാതെ അവൾ വിചാരിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അവൾക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ അവൾ വേഗം പോലീസുകാരെ വിളിച്ച ആ ഒരു ഫോൺ കോൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവളിങ്ങനെ ഡെലിവറി മാനെ കണ്ടു എന്നുള്ള ഒരു കാര്യം പോലീസുകാർ ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു ലേഡിയും ആ ഒരു ഡെലിവറി മാനും കൂടി കിസ് ചെയ്ത് അവർ ഇന്റിമേറ്റ് ആകുന്ന സമയത്തൊക്കെ ഇപ്പൊ വന്ന ആ ഒരു ഡെലിവറി മാന്റെ തലയിൽ വേറൊരു ലൈനും കൂടി വരുന്നതും അയോൻ ഇപ്പൊ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതേ നേരത്തെ സ്കൂളില് നമ്മുടെ സിയോണിനെ ബുള്ളി ചെയ്ത ആ ഒരു കുട്ടികളിപ്പോ ഇന്നത്തെ ദിവസം അവൾ ആബ്സെന്റ് ആയത് മനസ്സിലാക്കി അവളുടെ ലോക്കറൊക്കെ കുത്തി തുറന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് നിന്ന് അവൾക്ക് ഒരു ലവ് ലെറ്റർ ഒക്കെ കിട്ടുന്നുണ്ട്. മറ്റൊരിടത്ത് ഹാൻജി ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടേക്ക് അവന്റെ നീസായിട്ടുള്ള സിയോൺ വന്നിട്ട് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ശരിക്കും അവന് അവരുടെ മേലുള്ള ബുള്ളി ചെയ്ത പാടുകളൊക്കെ കാണുന്നതും നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യാണ്ട് നിങ്ങൾ എന്തിനാ എന്റെ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങനെ ഇടപെടുന്നതെന്ന് ചോദിച്ചിട്ട് അവൾ വേഗം പോകുന്നുണ്ട്. ഇതേ നേരം ആൻജീനി ഇപ്പൊ അവന്റെ ആ ഒരു അസിസ്റ്റന്റ് വിളിച്ച് ഇങ്ങനെ തലേ ദിവസം അവന്റെ വീടിന്റെ ഓപ്പോസിറ്റ് നിന്ന് തന്നെ ഒരു കുട്ടി അവനെ വിളിച്ച് ഇങ്ങനെ ഒരു ഡെലിവറി മാന്റെ കാര്യം കണ്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എന്താ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനിപ്പോ നേരെ ഹയോന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് അവനെ കാണുന്ന ഹയോണ് അവന്റെ തലയിൽ ഒരുപാട് റെഡ് ലൈൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് ഇവന് എന്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള മാൻ ആണെന്ന് അവള് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇങ്ങനെ ഡെലിവറി മാന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവള് പുറത്തേക്ക് അവൻ വിളിക്കുന്നുണ്ടെങ്കിലും അവളിപ്പോ വരാത്തത് കാണുമ്പോൾ മുകളിൽ നിന്ന് വേറൊരു അവരുടെ തന്നെ നൈബർ വന്നിട്ട് അവൾ അങ്ങനെയാണ് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ അയാൾ പോയതിനു ശേഷം ലാസ്റ്റ് നിവർത്തി കേടുകൊണ്ട് അയോണിപ്പോ ആ ഒരു വാതിൽ പകുതി തുറന്നിട്ട് ഇത് ശരിക്കും ആ ഒരു ലേഡിയുടെ ലവർ ആയിരുന്നു എന്നും താൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാണെന്നും പറഞ്ഞ് അപ്പോളജൈസ് ചെയ്യുമ്പോൾ അവളൊരു ടീനേജർ ആയിട്ട് എന്താണ് ഇവിടെ റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും ഹയോൺ നേരെ കഥ കടക്കുന്നുണ്ട്. പക്ഷെ അന്ന് രാത്രി അതേ ഹെൽമെറ്റും വെച്ച് ഒരൊറ്റ വരയായിട്ട് വീണ്ടും ആ ഒരു ഡെലിവറി മാൻ അവളുടെ തന്നെ അപ്പാർട്ട്മെന്റ് മുമ്പിലായിട്ട് നിൽക്കുന്നതും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം പോലീസ് സ്റ്റേഷനിൽ ഒരു അസിസ്റ്റന്റ് ഇപ്പോൾ ആ ഒരു മരിച്ച പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് നമ്മുടെ ഹാൻജിയുടെ തന്നെ വീടിന്റെ അടുത്ത് താമസിച്ചിരുന്ന മിൻ എന്ന ഒരു സ്കൂൾ ടീച്ചറിന്റെ ആണെന്നും പക്ഷെ വളരെ സ്ട്രേഞ്ച് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസിൽ മിന്ന് പോയിരുന്ന അതേ ജിമ്മിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ മിന്നിന് ഇതിന്റെ പുറകിൽ എന്തൊക്കെയോ പങ്കുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ശരിക്കും ഈ മിന്നെന്ന് പറഞ്ഞ സ്കൂൾ ടീച്ചർ നേരത്തെ അവൻ ഹയോന്റെ അപ്പാർട്ട്മെന്റ് മുമ്പിൽ പോയപ്പോ അവൾ താഴേക്ക് ഇറങ്ങി വരില്ലെന്ന് പറഞ്ഞ ആ ഒരു നൈബർ തന്നെയാണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മിന്നിനെ പിടിക്കാനായിട്ട് അവൻ പോവാൻ നിൽക്കുന്ന നേരം അവന് വേറൊരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്ന് അവിടേക്ക് എത്തുമ്പോൾ അവന്റെ അച്ഛനിപ്പോ എന്തോ പ്രശ്നമൊക്കെ ഉണ്ടെന്നും അച്ഛനെ കാണാനില്ലെന്നും അവിടുത്തെ നേഴ്സ് ഇപ്പോൾ അവന്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അവൻ നേരെ തന്നെ ടെറസിലേക്ക് പോയിട്ട് നോക്കുന്നുണ്ട്. അവിടെ എന്തോ പിച്ചും പേയൊക്കെ പറഞ്ഞ് മുകളിലേക്ക് കയറി നിന്ന് ചാടാൻ നോക്കി നിൽക്കുന്ന അവന്റെ അച്ഛനെ കാണുമ്പോൾ എന്തോ ആലോചിച്ച് ആകെ ഡെസ്പായി നിൽക്കുന്നുണ്ട് ഹാൻജി. ഇതേ നേരം അവന്റെ ആ ഒരു അസിസ്റ്റന്റ് ആകട്ടെ ഇതിനെപ്പറ്റി കൂടുതൽ കണ്ടുപിടിക്കാനായിട്ട് മിന്നിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോൾ അവിടെ വെച്ച് എന്തൊക്കെയോ വിയോർഡായിട്ട് കണ്ട് അവൻ നേരെ തന്നെ ആൻജിയെ വിളിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ മിന്ന് പുറകിൽ കൂടെ വന്ന് അവനെ അറ്റാക്ക് ചെയ്ത് ആ ഒരു പോലീസുകാരനെ താഴേക്ക് അടിച്ചു വീഴ്ത്തുന്നുണ്ട്. ഈ ഒരു സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ആൻജിക്കും എന്തോ കാര്യം മനസ്സിലാക്കി അവൻ വേഗം തന്നെ അവന്റെ വീടിന്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഇതേ നേരം ആ ഒരു മിന്നെന്ന് പറഞ്ഞ ആ ഒരു സ്കൂൾ ടീച്ചർ ആകട്ടെ തനിക്ക് എന്തോ ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് നേരെ തന്നെ ആ ഒരു ലേഡിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കാര്യം വീണ്ടും നമ്മുടെ ഹയോൺ കാണുന്നുണ്ടെങ്കിലും അവളുടെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പോലീസിനെ ഇൻഫോം ചെയ്യാൻ പറ്റാതെ ഏറ്റവും അവസാനം അവൾ അവളുടെ വീട്ടിലിരിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് നേരെ അവളുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു ലേഡിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ആൾക്കാരുടെ തലയിലുള്ള ഈ റെഡ് ലൈനുകളൊക്കെ കാണുമ്പോൾ അവൾക്ക് ആകെ വീക്കായി പോകുന്നുണ്ട്. അങ്ങനെ അവള് ബോധം കെട്ട് വീഴുമ്പോൾ അവളുടെ അച്ഛനെ കൊന്നിട്ടിരിക്കുന്ന അവളുടെ അമ്മയപ്പോ അവളുടെ നേരെ കൈ നീട്ടുന്ന പോലുള്ള ഒരു സ്വപ്നം അവൾ കാണുന്നുണ്ട്. വീണ്ടും അവൾക്ക് ബോധം തിരിച്ചു കിട്ടുമ്പോൾ മിന്നിപ്പോ നേരെ ആ ഒരു ലേഡിയുടെ റൂമിലേക്ക് കയറി പോകുന്ന കാണുമ്പോൾ സർവ്വശക്തി എടുത്ത് എണീറ്റ് അവള് നേരെ ഇങ്ങനെ ഫോളോ ചെയ്ത് ആ ഒരു ലേഡിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം അവിടെ നിന്ന് മിന്നിപ്പോ ആ ഒരു ലേഡിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കും
നിൽക്കുന്ന നേരം ഭാഗ്യത്തിന് ഹയോൺ അത് വന്ന് കണ്ട് അവനെ തടയുന്നുണ്ട്. ഈ നേരം അവളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കത്തി കണ്ട് മിന്നിപ്പോ നീ എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ച് ആ ഒരു കത്തി വാങ്ങിച്ച് അവളെ തന്നെ കുത്തിയിപ്പോ നിലത്ത് വീഴ്ത്തുന്നുണ്ട്. അങ്ങനെ അവളെ സൈഡാക്കിയതിനു ശേഷം വീണ്ടും അവൻ ആ ഒരു ലേഡിയെ കൊല്ലാനായിട്ട് നോക്കുമ്പോൾ ഒരു ലേഡി ഇപ്പോ അവനെ ഉന്തി മറച്ചിടുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് ആ ഒരു ഗ്ലാസസ് താഴേക്ക് വീഴുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു ഗ്ലാസ് വീണ നിമിഷം തന്നെ വളരെ പാനിക്കായിട്ട് മിന്ന് ആ ഒരു ഗ്ലാസസിന് വേണ്ടി സെർച്ച് ചെയ്യുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു ഗ്ലാസ് കണ്ടുപിടിക്കുമ്പോഴാണ് അവന് സമാധാനം ആകുന്നത്. ഇതേ നേരം തന്നെ തന്റെ ഫ്രണ്ട് ആപത്തിലാണെന്ന് മനസ്സിലാക്കി ആൻജി വേഗം അങ്ങോട്ടേക്ക് എത്തി അവന്റെ ആ ഒരു പോലീസുകാരനെ രക്ഷിക്കാനായിട്ട് പോകുമ്പോഴാണ് അവിടെ വെച്ച് നമ്മുടെ ഐക്കൺ ധരിക്കുന്ന ആ ഒരു സൺഗ്ലാസസ് കണ്ട് അവൻ അവളുടെ അപ്പാർട്ട്മെന്റ് ഒക്കെ കയറി നോക്കുന്നതും അവിടെ അവൾ ഇതിനു മുമ്പ് കളക്ട് ചെയ്ത് വെച്ച ഡാറ്റാസ് ഒക്കെ അവൻ കാണുന്നുണ്ട്. മാത്രമല്ല അവന്റെ ഓപ്പോസിറ്റ് ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുമ്പോൾ അവനിപ്പോ അവിടെ പോയിട്ട് ആ ഒരു കാർബോർഡൊക്കെ മാറ്റി നോക്കുമ്പോൾ പിന്നിപ്പോ ആ ഒരു ലേഡിയെ കൊല്ലാൻ നിൽക്കുന്നത് അവൻ കാണുന്നുണ്ട്. മാത്രമല്ല അവൻ നേരത്തെ കുത്തി താഴെയിട്ട അയോണിപ്പോ അവളുടെ സർവ്വശക്തി എടുത്ത് ഞെരങ്ങി ലാസ്റ്റ് അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് അവന്റെ കാലിൽ കുത്തുമ്പോൾ അവൻ പെട്ടെന്ന് താഴെ വീണ് അവളോടുള്ള ദേഷ്യത്തിന് അവളെ ആക്രമിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇതെല്ലാം തന്നെ അപ്പുറത്തെ ആ ഒരു വിൻഡോ കൂടെ കണ്ടുകൊണ്ടിരുന്ന പോലീസുകാരനായിട്ടുള്ള ഹാൻജി അവന്റെ കയ്യിലിടുന്ന തോക്ക് വെച്ച് മിന്നിനെ ഷൂട്ട് ചെയ്ത് ഇപ്പൊ താഴേക്ക് വീഴ്ത്തുന്നുണ്ട്. ഇതേ നേരത്ത് മരിക്കാറായി താഴേക്ക് വീണ് മിന്നാകട്ടെ വളരെ സ്ട്രേഞ്ച് ആയിട്ട് ആ ഒരു ലൈൻസ് അതിപ്പോ ഡിസപ്പിയർ ആയി പോവാണെന്ന് പറയുമ്പോൾ അപ്പോഴാണ് ശരിക്കും മിന്നും ഇത്ര നാള് ഈ ഒരു ലൈൻസിനെ കണ്ടതും ഇപ്പതാ അവനെയും ഒരു ലേഡിയും കണക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു റെഡ് ലൈൻ ഇല്ലാണ്ടായിട്ട് പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അതിനെല്ലാം ശേഷം പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് മരിച്ചു കിടക്കുന്ന മിന്നിന്റെ ബോഡി എടുത്തുകൊണ്ട് പോവുകയും ആ ഒരു ലേഡിക്കും ഹയോണും വേണ്ട ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ അയാൾ മരിക്കുന്നേക്കാളും മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യം, അതായത് ആ ഒരു ലൈൻസ് ഡിസപ്പിയർ ആയി തുടങ്ങി എന്നുള്ള ആ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ് ഹയോൺ. കാരണം ആ ഒരു ഗ്ലാസസ് വെച്ചപ്പോഴാണ് അവൻ ഈ ഒരു ലൈൻസിന്റെ കാര്യമൊക്കെ പറയുന്നത്. മാത്രമല്ല അത് നഷ്ടപ്പെട്ടു പോയ സമയത്ത് അവൻ വളരെ പാനിക്കായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്ത കാരണം കൊണ്ട് അതിന്റെ പുറകിൽ എന്തൊക്കെ വിയേർഡായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട്. ഇതേ നേരം ഹാൻജി അങ്ങോട്ടേക്ക് വന്നിട്ട് അവൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം അവര് പരസ്പരം പിരിയാൻ നിൽക്കുന്ന സമയത്താണ് സിയോൺ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹയോണിനെ പരിചയമുള്ള പോലെ ആക്ട് ചെയ്യുന്നത്. അന്ന് വൈകുന്നേരം ഹാൻജി സിയോന്റെ അടുത്തേക്ക് പോകുമ്പോൾ സിയോൺ വീണ്ടും അവന്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ നിന്റെ ATM ഒന്നുമല്ലെന്ന് പറഞ്ഞ് അവൻ ഹയോണിനെ കുറിച്ച് നിനക്ക് അവളെ നേരത്തെ പരിചയമുണ്ടോന്ന് സിയോന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവര് രണ്ടുപേരും ഒരേ സ്കൂളിലാണ് ഒരേ ക്ലാസ്സിലാണ് പഠിച്ചതെന്നും പക്ഷെ പിന്നീട് അവളുടെ അമ്മ അവളുടെ അച്ഛനെ കൊന്നു കളഞ്ഞേ പിന്നെ അവള് ആകെ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഉള്ളതെന്നും അവളുടെ അമ്മ നാട് വിട്ട കാര്യങ്ങളൊക്കെ അവളിൽ നിന്ന് ഹാൻജി അറിയുന്നുണ്ട്. ഇതേ നേരം മറ്റൊരിടത്ത് ഹയോണിനെ കാണിക്കുകയാണെങ്കിൽ അവളിപ്പോ മരിക്കും മുമ്പ് ആ ഒരു മിന്ന് പറഞ്ഞ ആ ഒരു കാര്യം തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ആദ്യമായിട്ട് ഈ ഒരു റെഡ് ലൈൻസ് താൻ കാണുന്നതിലൂടെ ആദ്യമായിട്ട് തന്നെയാണ് ഒരു ജീവൻ രക്ഷിക്കുന്നതെന്നും എന്നാ പിന്നെ ഈ ഒരു ലൈൻസ് വെച്ച് ഇതുപോലെ ആൾക്കാരെ രക്ഷിച്ചുകൂടെയെന്നും അവളും ചിന്തിക്കുന്നുണ്ട്. ഇതേ നേരത്താണ് അവളുടെ ഫോണിലേക്ക് നീ കാണുന്നത് പോലുള്ള ഒരു ലോകം താനും കാണുന്നുണ്ടെന്നും ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് ഹൈസ്കൂളിലേക്ക് വരാനും അവളുടെ അടുത്ത് ആവശ്യപ്പെടുന്ന ഒരു സീനോടും കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മുടെ സൂപ്പർ ഗേൾ അവളുടെ പവേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ചിൽഡ്രൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.